ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അന്വേഷണത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ദിനങ്ങളാണ് നോമ്പുകാലം. ദൈവസ്നേഹത്തിൻ്റെ മർമ്മങ്ങളെ തിരിച്ചറിയുവാനും ആ സ്നേഹത്തിൽ നമ്മുടെ ജീവനെ സമർപ്പിക്കുവാനും കഴിയുമ്പോൾ മാത്രമാണ് നോമ്പുകാലം അർത്ഥവത്തായി തീരുന്നത്. ഇന്ന് നോമ്പിൻ്റെ 11-ാം ദിവസം. ഈ ദിവസത്തെ ചിന്തയ്ക്കായി സഭ തിരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം ക്രിസ്തുവിൻ്റെ ആധികാരികത, ദി അതോറിറ്റി ഓഫ് ക്രൈസ്റ്റ്. അതിനെ ആസ്പദമാക്കി ധ്യാനിക്കുന്ന വേദഭാഗം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 21 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. ഒരു ദിവസം യേശുവും ശിഷ്യന്മാരും കപർനഹൂമിലെ പള്ളിയിൽ ചെല്ലുമ്പോൾ അശുദ്ധാത്മാവ് ബാധിച്ച് ഒരു മനുഷ്യൻ നിലവിളിച്ചുകൊണ്ട് യേശുവിനോട് സംസാരിക്കുന്നു. യേശു അശുദ്ധാത്മാവിനെ ശാസിച്ചു ആ മനുഷ്യനെ സുഖമാക്കുന്നു. ഇത് കണ്ട് ജനം യേശു ഒരു സാധാരണ മനുഷ്യനല്ല, യഹൂദന്മാരെ ശാസ്ത്രിമാർ പോലെയുമല്ല എന്ന് മനസ്സിലാക്കി ആശ്ചര്യപ്പെട്ടു. അവർ ആശ്ചര്യപ്പെടുവാൻ കാരണം യേശുവിൽ ദർശിച്ച അനന്യസാധാരണമായ ആധികാരികതയാണ്. 22-ാം വാക്യത്തിൽ യേശു അധികാരമുള്ളവനായിട്ട് അവരെ ഉപദേശിച്ചു എന്നാണ് കാണുന്നത്. 25-ാം വാക്യത്തിൽ മിണ്ടരുത്, അവനെ വിട്ടുപോ എന്ന് അധികാരത്തോടെ അശുദ്ധാത്മാവിനോട് കൽപ്പിക്കുകയും അവ യേശുവിനെ അനുസരിച്ച് ആ മനുഷ്യനെ വിട്ടുപോവുകയും കാണുന്നു. യേശുവിൻ്റെ ഉപദേശത്തിലും പ്രവൃത്തിയിലും ഒക്കെ വെളിപ്പെട്ട അധികാരത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് അശുദ്ധാത്മാവ് നിലവിളിക്കുന്നത്. ആ നിലവിളി അവനെ സൗഖ്യത്തിലേക്ക് നയിച്ചു. മനുഷ്യത്വത്തെ തകർക്കുന്ന തിന്മയുടെ അധികാരങ്ങൾ ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നു. എന്നാൽ ത്യാഗത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിലെയും സമൃദ്ധമായ ജീവിതത്തിൻ്റെയും അധികാരമാണ് നാം യേശുവിൽ നിന്ന് ദർശിക്കുന്നത്. മനുഷ്യനായിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് അവനെ രൂപാന്തരപ്പെടുത്തുന്നതാണ് യേശുവിൻ്റെ ആധികാരികത. യേശുവിൻ്റെ ആധികാരികതയെ തിരിച്ചറിയുവാനും യേശുവിൻ്റെ കീഴ്പ്പെട്ട് ക്രിസ്തുവിൻ്റെ സാക്ഷികളായി ജീവിക്കുവാനും ഈ നോമ്പിലൂടെ നമുക്ക് സാധിക്കണം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമീൻ.